സ്വന്തം ശരീരത്തെ കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ടല്ലോ. കടം പിടിച്ചുപോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തത് ജനങ്ങൾ അറിഞ്ഞുപോയതിന്റെ പേരിൽ തീ കൊളുത്തി മരിക്കുന്നവർ, ഭർത്താവ് പിണങ്ങിയതിന്റെ പേരിൽ വെള്ളത്തിൽ ചാടുന്നവർ, അതേ ഭാര്യ പിണങ്ങിപ്പോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ, സുബ്ഹാനല്ലാഹ് പരീക്ഷയിൽ തോറ്റുപോയതിന്റെ പേരിൽ തൂങ്ങി മരിക്കുന്നവർ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരെപ്പോലെ ലക്ഷണം കെട്ടവരാരാണ്? അവരെപ്പോലെ പരാജയപ്പെട്ടവരാരാണ്? കാരണം ഏറ്റവും വലിയ തെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മരണം, പിന്നെ തൗബ ചെയ്യാൻ അവസരമുണ്ടോ? മരണം തന്നെ ഏറ്റവും വലിയ തെറ്റും ചെയ്തുകൊണ്ടുള്ളൊരു മരണം. അവനേക്കാൾ വലിയ ഏറ്റവും പരാജയപ്പെട്ടവനാരാണ് സഹോദരിമാരെ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര തന്നെ കടം പിടിച്ചു പോയാലും, എന്ത് തന്നെ മുസീബത്ത് വന്നാലും, എന്ത് തന്നെ നശിച്ചു പോയാലും, എത്ര തന്നെ പരാജയപ്പെട്ടാലും, നിങ്ങൾ ഓർത്തോളം അല്ലാഹുവിന്റെ തീരുമാനം ഇവിടെ നടക്കുകയാണ്. അവൻ റിക്കാർഡാക്കിയത് നടക്കുകയാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനം നടന്നതാണ്. അതിന്റെ പേരിൽ അമിതമായ ടെൻഷനാകേണ്ടതില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്ന എല്ലാം നമ്മൾ റിക്കാർഡാക്കി വെച്ചത് ഇവിടെ നടപ്പാക്കുകയാണ്. അത് നിങ്ങൾ അറിയിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അതേസമയത്ത് എന്ത് കിട്ടിയാലും അഹങ്കരിക്കേണ്ടതുമില്ല. അള്ളാന്റെ തീരുമാനം ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച മുസ്ലിമേ, അള്ളാഹുവിൽ വിശ്വസിച്ച പെണ്ണേ, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ജീവനെടുക്കുമെന്ന് നീ ചിന്തിക്കാനോ പറയാനോ പാടില്ല കേട്ടോ. അത് ഭർത്താവിനെ പേടിപ്പിക്കാനും പറയരുത്, ഭാര്യയെ പേടിപ്പിക്കാനും പറയരുത്, ചെയ്യരുതെന്ന് മാത്രമല്ല, ആ ഒരു വലിയ തെറ്റ് ഞാൻ ചെയ്യുമെന്ന് നിനക്ക് അല്ലാഹ് തന്ന നാവ് കൊണ്ട് നീ പറഞ്ഞു പോകല്ല കേട്ടോ. നിനക്ക് അല്ലാഹ് തന്ന മനസ്സുകൊണ്ട് ചിന്തിക്കല്ല കേട്ടോ. ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ആരാണ് അവിടുന്ന്? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഉമ്മത്തുകളോടുള്ള സ്നേഹത്തിന്റെ കാഠിന്യത്താൽ ഉമ്മത്തുകൾക്ക് എന്ത് വരുന്നതും വല്ലാത്ത വിഷമം മനസ്സിലുണ്ടാകുന്ന നേതാവല്ലേ. മുഅ്മിനീങ്ങൾക്ക് വല്ലാതെ റഹ്മത്ത് ചെയ്യുന്ന നേതാവല്ലേ, വല്ലാതെ ദയ ചെയ്യുന്ന നേതാവല്ലേ. ആ പ്രിയപ്പെട്ട നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഉമ്മമാരെ, ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ ആ മയ്യിത്ത് നിസ്കരിച്ചില്ല കേട്ടോ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണേ എന്നാ മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മയ്യിത്ത് നിസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാതെ മാറി നിന്ന് കേട്ടോ. അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. ഫർള് കിഫായ വീടാൻ വേണ്ടി സ്വഹാബത്തിനെ കൊണ്ട് നിസ്കരിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു. ആ തെറ്റിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മറ്റും റിപ്പോർട്ടിന്റെ ഹദീസിൽ അത് കാണാം. അപ്പൊ ആത്മഹത്യയുടെ ഗൗരവം എത്രയാണ്! സുബ്ഹാനല്ലാഹ്, അതിനെപ്പറ്റി പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എത്രയാണ് അതിനെ സംബന്ധിച്ച് ഹദീസുകളിൽ വന്നിട്ടുള്ളത്, എത്രയാണ് അതിനെ സംബന്ധിച്ച് താക്കീത് വന്നിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സുബ്ഹാനല്ലാഹ്, എത്ര ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹ, ഒരു ഉയരമുള്ള സ്ഥലത്ത് കയറിയിട്ട് ഒരാൾ താഴെ ചാടി എന്ന് മരിച്ചു കളഞ്ഞാൽ, ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദാ ഫിഹാ ഖാലിദൻ മുഖല്ലദൻ ഫിഹാ അബദാ, ജഹന്നമാകുന്ന നരകത്തിൽ എപ്പോഴും അവനതാ മേലെ കയറി താഴോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു. എന്നും നരകത്തിൽ അത് തന്നെയാണ് ശിക്ഷ. വമൻ തഹസ്സാ സുമ്മൻ ഫഖതല നഫ്സഹ, ഒരു മനുഷ്യൻ വിഷം കഴിച്ചിട്ടങ്ങ്
മരിച്ചാൽ ഫസ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. കയ്യിലതാ നരകത്തിൽ വെച്ച് നല്ല വിഷമിങ്ങനെ കൈ പിടിച്ചിട്ട് നരകത്തിൽ എപ്പോഴും ഇത് കുടിക്കുക തന്നെ. വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഒരു മൂർച്ചയുള്ള സാധനം കൊണ്ട് ഒരാൾ മനുഷ്യന്റെ ശരീരത്തെ കൊന്നാൽ ഫഹദീദതു ഫീ യദിഹി യതവജ്ജഹു ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. കയ്യിലാ മൂർച്ചയുള്ള വസ്തുവും പിടിച്ചിട്ട് നരകത്തുന്നവൻ കുത്തുക തന്നെ. എന്താണ് അതിന്റെ ഗൗരവം? അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നിട്ട് ഈ ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യിത്ത്, ആ മയ്യിത്തിന്റെ വീട്ടിൽ ഖുർആൻ ഓതാൻ മുസ്ലിംമാര്, അതുപോലെ തന്നെ മയ്യിത്ത് നിസ്കരിക്കാൻ മുസ്ലിംമാര്, ഇവിടെ കണ്ണോക്കിന് മുസ്ലിംമാരൊക്കെ വരുന്നുണ്ടല്ലോ. അത് വരുന്നത് മാനസിക രോഗി ആയിരിക്കും ആ ആത്മഹത്യ ചെയ്തവൻ എന്ന ധാരണ വെച്ചുകൊണ്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, എല്ലാവരും നല്ലതാ വിചാരിക്കേണ്ടത്. ആ നിലക്ക് മാനസിക രോഗിയായതുകൊണ്ട് സമതല തെറ്റിയിട്ട് ചെയ്തതാകും എന്ന ധാരണയിലാണ് വാസ്തവത്തിൽ പണ്ഡിതന്മാർ അത്തരം സ്ഥലങ്ങളിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള തെറ്റാണ് എന്ന ബോധം എന്റെ ഉമ്മമാരെ, സഹോദരന്മാരെ വേണം. എന്ത് സംഭവിച്ചാലും ഒരിക്കലും തന്നെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇനി വ്യഭിചാരക്കുറ്റം തന്നെ ചെയ്തു പോയാലും, അത് ഒട്ടാകെ ഫ്ലാഷായാലും ആ തെറ്റ് പടച്ചവനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് പൊറുപ്പിക്കാൻ നോക്കുകയല്ലാതെ ഒരിക്കലും തന്നെ ആത്മഹത്യ എന്നൊരു വിഷയം ചിന്തിക്കരുത്. വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാണ് ആത്മഹത്യ, കള്ളുകുടിയേക്കാൾ വലിയ തെറ്റാണ് ആത്മഹത്യ, എല്ലാ തെറ്റുകളെക്കാളും വലിയ തെറ്റാണ് ആത്മഹത്യ. ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന തെറ്റ് കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ തെറ്റാണ് അവനവന്റെ ശരീരത്തെ കൊല്ലുന്ന തെറ്റ് എന്ന ബോധം മുസ്ലിമീങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകണം.